നമസ്കാരം സുഹൃത്തുക്കളെ, വാഴ 2 ബയോപിക് ഓഫ് എ വില്യം ബ്രോസ് എന്ന പടത്തിൻ്റെ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാഴ 2 ആരംഭിക്കുന്നതേ ഒരു വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന വാഴ വെട്ടുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ്. ഈ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടറായ ഹാഷിറിൻ്റെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. ഹാഷിറിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഹാഷിറിൻ്റെ ഉമ്മ ഗർഭിണിയായിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ച ആ ദുഃഖ സമയത്തും ഹാഷിറിൻ്റെ ഉമ്മ ഹാഷിറിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കുട്ടിയായ ഹാഷിർ തൻ്റെ സുഹൃത്തായ അലനൊപ്പം ആ വീടിന് പുറത്തുണ്ടായിരുന്നു. അലൻ്റെ വീട് ഹാഷിറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ സമയം അലൻ്റെ വീട്ടിൽ നിന്നും അലൻ്റെ ഉമ്മയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. കാരണം അലൻ്റെ ഉമ്മയും ഗർഭിണിയായിരുന്നു. ഗർഭവേദന എടുത്തിട്ടുള്ള കരച്ചിലായിരുന്നു അത്. ഉടനെ തന്നെ മരണ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം തന്നെ അലൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ അലൻ്റെ ബാപ്പയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് അലൻ്റെ ഉമ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അലന് ഒരു അനിയത്തി ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ സംഭവത്തിന് ശേഷം ഹാഷിർ തൻ്റെ ഉമ്മയോട് പലപ്പോഴായി ചോദിച്ചു തുടങ്ങി, എപ്പോഴാണ് ഉമ്മയ്ക്ക് വയറുവേദന ഉണ്ടാകുന്നത്, തനിക്കൊരു അനിയനെയോ അനിയത്തിയോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഹാഷിർ ഇങ്ങനെ ചോദിക്കുന്നത്. ചോദ്യം കൂടുതലായപ്പോൾ ഹാഷിറിൻ്റെ ഉമ്മ ഹാഷിറിന് ഒരു ചെറിയ നുള്ളു വെച്ച് കൊടുക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഹാഷിറിൻ്റെ ഉമ്മയും പ്രസവിക്കുന്നു. അങ്ങനെ ഹാഷിറിന് ഒരു അനിയനെ കിട്ടുന്നു. ഹാഷിറിന് അനിയൻ ജനിച്ചതിന് ശേഷം ഹാഷിറിൻ്റെ ഉമ്മ ഹാഷിറിൻ്റെ അനിയൻ്റെ ചില കാര്യങ്ങളും വീട്ടിലെ ചില കാര്യങ്ങളും എല്ലാം ഹാഷിറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഇതിലൂടെ ഹാഷിറിന് ഒന്ന് കളിക്കാൻ പോലും സമയം പലപ്പോഴും കിട്ടാറില്ല. ഇത് മാത്രമല്ല, തൻ്റെ അനിയൻ നാഷി ജനിച്ചതിന് ശേഷം ഉമ്മയ്ക്ക് തന്നോടുള്ള ശ്രദ്ധ കുറയുന്നതായി ഹാഷിറിന് മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ ഹാഷിർ 5ാം ക്ലാസ്സിലും തൻ്റെ അനിയനായ നാഷി 1ാം ക്ലാസ്സിലും ആവുകയാണ്. നാഷിയെ കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം ഹാഷിർ തന്നെയാണ്. നാഷി വന്നതിന് ശേഷം തന്നോടുള്ള ശ്രദ്ധ അമ്മയ്ക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് ഹാഷിറിന് മനസ്സിലാകുന്നുണ്ട്. ഇതുമൂലം ഹാഷിറിന് അനിയനോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും തൻ്റെ കൂടപ്പിറപ്പല്ലേ എന്നുള്ള സ്നേഹവും അവനിലുണ്ട്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹാഷിർ ഹൈസ്കൂളിലെത്തിയിരിക്കുകയാണ്. ഹാഷിറിൻ്റെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് അനിയനുമായി ഹാഷിർ അടിയും വഴക്കുമാണ്. ഇതൊക്കെ കാണുന്ന ഉമ്മ പറയുന്നുണ്ട്, നീ ആ അലനെ കണ്ടുപിടി, അവനും അവൻ്റെ അനിയത്തിയും അവൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് കൂടി അറിഞ്ഞുകൂടാ. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് അലനെയും അനിയത്തി അശ്വിനെയുമാണ്. അശ്വിന അലൻ്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ചിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അതെ, കഴുത്തിൽ ഇറുക്കി പിടിച്ചാൽ പിന്നെ ശബ്ദം പുറത്തു വരില്ലല്ലോ. ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് കൂടി അറിയാൻ കഴിയില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ അലൻ്റെ വീട്ടിലെ അവസ്ഥയും ഹാഷിറിൻ്റെ വീട്ടിലെ അതേ അവസ്ഥ തന്നെയാണ്. സഹോദരങ്ങൾ തമ്മിൽ അവസരം കിട്ടുമ്പോഴെല്ലാം നല്ല മുട്ടനടി. +2 പഠിക്കുന്ന ഹാഷിറിൻ്റെ അതേ ക്ലാസ്സിൽ തന്നെയാണ് അലനും പഠിക്കുന്നത്. അവരുടെ ക്ലാസ്സിലെ ഷൈന എന്ന് പറയുന്ന കുട്ടിയെ ഹാഷിറിന് ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും ഹാഷിറിന് അറിഞ്ഞുകൂടാ. എന്നാലും ഷൈനയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഹാഷിർ വാഗൊണ്ട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ അവൾ അവനെ നോക്കാറുണ്ട്. പക്ഷേ അവൾക്ക് ഇഷ്ടമാണോ എന്ന് അറിഞ്ഞും കൂടാ അവളെടുത്ത് ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യവും ഹാഷിറിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അലനും ഹാഷിറും സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. അലൻ്റെ സഹോദരിയായ ആഷിനയുടെ പുറകെ അജിൻ എന്ന് പറയുന്ന പയ്യൻ നടക്കുന്നുണ്ട് എന്ന്. ഇതറിഞ്ഞ ഹാഷിറും അലനും അജിനെ സ്കൂൾ ബാത്റൂമിലിട്ട് പൊതിരെ തല്ലുന്നു. അജിനാണെങ്കിലോ ഇതിന് പകരം ചോദിക്കാൻ തൻ്റെ ജ്യേഷ്ഠനായ സജിനെയും പിന്നെ അവൻ്റെ കൂട്ടുകാരൻ വിനായകനെയും കൂടി വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ കാര്യം വലിയ അടിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. പ്രശ്നം പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വരെ എത്തുന്നു. അങ്ങനെ എല്ലാവരുടെയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയാണ്. ഇനി ഇങ്ങനെയൊന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ കർശന നടപടി എടുക്കുമെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. ഇതേ സമയം അജിൻ്റെയും സജിൻ്റെയും അച്ഛൻ ഒരു ആരോപണം കൂടി പറയുന്നുണ്ട്. എൻ്റെ മകൻ സജിൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അവൻ്റെ കൂട്ടുകാരൻ വിനായകനാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിനായകൻ്റെ അച്ഛൻ പ്രിൻസിപ്പാൾ റൂമിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുമുണ്ട്. പിറ്റേ ദിവസം സ്കൂൾ പരിസരത്ത് കട നടത്തുന്ന കുട്ടേട്ടൻ എന്ന് പറയുന്ന ആളുടെ കടയിൽ നിന്ന് 2 കരിക്കിൻ ഷേക്ക് വാങ്ങിച്ചിട്ട് അതിൽ ഒന്ന് സ്കൂളിലേക്ക് വരികയായിരുന്ന സജിന് കൊടുക്കാൻ വിനായകൻ തയ്യാറാകുകയാണ്. എന്നാൽ സജിൻ ആ കരിക്കിൻ ഷേക്ക് വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല. നീയുമായുള്ള കൂട്ടുകെട്ട് ഞാൻ നിർത്തുകയാണ്
പറയുകയാണ്, എനിക്കിനി പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞ് സജിൻ വിനായകനെ ഒഴിവാക്കുകയാണ്. എന്നാൽ വിനായകൻ വാങ്ങിച്ച ആ ഒരു കരിക്ക് ഷേക്ക് ഉണ്ടല്ലോ, സജിൻ്റെ അനിയനായ അജിൻ വാങ്ങിച്ചു കുടിക്കുകയാണ്. അതോടുകൂടി അജിനും വിനായകനുമായി പുതിയ ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ അജിനും വിനായകനും കൂടി ലാലേട്ടൻ്റെ പുതിയ പടം ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തിയേറ്ററിലാണെങ്കിൽ നല്ല തിരക്കാണ്. ആ സമയത്ത് തന്നെ ഹാഷിറും അലനും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ എത്തുകയാണ്. തിരക്ക് കണ്ട് അവർ ഉറപ്പിക്കുന്നു ടിക്കറ്റ് കിട്ടില്ല. ഇവരെ രണ്ടുപേരെയും അജിനും വിനായകനും കാണുന്നുണ്ട്. പിണക്കം മാറ്റാൻ വേണ്ടി വിനായകൻ ഒരു കാര്യം പറയുന്നു, അവർക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ എന്ന്. അജിൻ അതിന് സമ്മതിക്കുന്നുണ്ട്. തിരക്കിനിടയിൽ നിൽക്കുന്ന ഹാഷിറിൻ്റെ അടുത്ത് വിനായകൻ കൗണ്ടറിൽ നിന്ന് കൈപൊക്കി കാണിച്ചുകൊണ്ട് പറയുന്നു ടിക്കറ്റ് എടുത്ത് തരണമോ എന്ന്. അത് കാണുന്ന ഹാഷിർ അലൻ്റെ അടുത്ത് ചോദിക്കുന്നു. അലനും ചെറിയ രീതിയിൽ സമ്മതം മൂളുന്നു. ഒരു പരുങ്ങലൂടെ അവർ ടിക്കറ്റ് എടുത്ത് തരാൻ സമ്മതിക്കുന്നു. എന്നാൽ അജിൻ്റെയും വിനായകൻ്റെയും പുറകിൽ 4 പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നിൽക്കുന്ന 2 പേർക്ക് ഇവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ ഇത് ചോദ്യം ചെയ്യുകയും വഴക്കിലേക്ക് എത്തുകയുമാണ്. ഇത് ഹാഷിറും അലനും കാണുകയും അജിനെയും വിനായകനെയും സഹായിക്കാൻ വേണ്ടി അവർ ഓടിയെത്തുകയും ചെയ്യുന്നു. അജിനെയും വിനായകനെയും കയ്യേറ്റം ചെയ്ത ആ 4 പയ്യന്മാരുടെയും ബാപ്പയെയും കൊച്ചാപ്പയെയും എല്ലാം ഹാഷിർ ചീത്ത വിളിക്കുകയാണ്. ഇത് കേട്ട് അവർക്ക് സഹിക്കാതെ അടിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. പോലീസ് ഇടപെട്ട് എല്ലാവരെയും ഓട്ടിച്ച് വിടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം സിനിമ കണ്ടിറങ്ങുന്ന ഹാഷിറും അലനും അജിനും വിനായകനുമൊക്കെ ഉറ്റ സുഹൃത്തുക്കളായി മാറുകയാണ്. ഇതിനിടയിൽ +2 കഴിഞ്ഞ അജിൻ്റെ ചേട്ടൻ സജിനെ അവൻ്റെ അച്ഛൻ ഒരുപാട് പ്രാരാബ്ധങ്ങൾ തനിക്കുണ്ടെന്നും സജിനെ തുടർന്ന് പഠിപ്പിക്കാനുള്ള കാശ് തൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് സജിനെ ഗൾഫിലേക്ക് ജോലിക്ക് പറഞ്ഞു വിടുകയാണ് അവൻ്റെ അച്ഛൻ. ഈ സജിൻ അജിനെക്കാട്ടിലും നല്ല പഠിക്കുന്ന പയ്യനായിരുന്നു. കുടുംബത്തിൽ പ്രാരാബ്ധമുണ്ട് എന്നുള്ള ഒരൊറ്റ പേരും പറഞ്ഞാണ് സജിനെ അവൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് പറഞ്ഞു വിടുന്നത്. സജിൻ ഗൾഫിലേക്ക് പോകുന്നതിൽ അനിയനായ അജിന് വലിയ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ശല്യം ഒഴിഞ്ഞു പോകുന്നല്ലോ എന്നൊരു മനോഭാവം മാത്രമായിരുന്നു അജിന്. അടുത്ത് സിനിമയിൽ സ്കൂളിലുള്ള മുജീബ് സാറിനെ കാണിക്കുകയാണ്. ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും പഴഞ്ചൻ മനോഭാവം ഉള്ള ഒരു സാറാണ്. പിള്ളേരെ അടിച്ച് പഠിപ്പിച്ചാൽ മാത്രമേ പിള്ളേർ പഠിക്കുകയുള്ളൂ, നന്നാവാത്ത പിള്ളേരെ അടി കൊടുത്താൽ മാത്രമേ നന്നാവൂ എന്നൊക്കെയുള്ള മനോഭാവത്തിൽ നടക്കുന്ന ഒരു സാറാണ് മുജീബ് സാറ്. മുജീബ് സാറും അവിടെയുള്ള ലേഖ ടീച്ചറും സ്കൂൾ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ സ്കൂളിനകത്ത് വെച്ച് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുന്നത് കാണുന്നു. അവരെ മുജീബ് സാർ ചോദ്യം ചെയ്യുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ മുജീബ് സാറിന് ഒരു മൊബൈൽ ഫോൺ കിട്ടുകയാണ്. അങ്ങനെ മുജീബ് സാറിന് ഒരു കാര്യം മനസ്സിലാകുന്നു, സ്കൂൾ കട്ട് ചെയ്ത് കുറച്ച് കുട്ടികൾ അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരിക്കുകയാണ് എന്ന്. അങ്ങനെ മൊബൈൽ ഫോണുമായി പിടിക്കപ്പെട്ട ഈ പെൺകുട്ടിയെയും കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടിയെയും പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കൊണ്ടുവരികയാണ്. അവരെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. അവർ നല്ല രീതിയിൽ കരയുന്നു. വീട്ടുകാരെ വിളിക്കരുത് എന്ന് കേണു പറയുന്നുണ്ട്. വിളിക്കാതിരുന്നാൽ എന്ത് വേണോ ചെയ്യാമെന്ന് മുജീബ് സാറിൻ്റെ അടുത്ത് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വെച്ച് ഈ കുട്ടികൾ പറയുന്നു. മുജീബ് സാർ ഒരു നിബന്ധന വയ്ക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നവരെയും പ്രേമിക്കുന്നവരെയും കാണിച്ചു കൊടുത്താൽ നിങ്ങളെ വെറുതെ വിടാം എന്ന. അങ്ങനെ മുജീബ് സാർ ക്ലാസ്സിൽ കൊണ്ടുപോയി അവിടെ പ്രേമിക്കുന്ന എല്ലാ പിള്ളേരെയും എഴുപ്പിച്ച് നിർത്തുന്നു. അലനുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു കാര്യമുണ്ടാവുന്നു. ഹാഷിർ ഷൈന എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, ആ പെൺകുട്ടിയെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. ഹാഷിർ അതിശയിച്ച് നോക്കുന്നു, ഇവളിനി ആരെയാണ് പ്രണയിക്കുന്നത് എന്ന്. അപ്പോൾ ഷൈന കൈ ചൂണ്ടി കാണിക്കുന്നത് ഹാഷിറിനെയാണ്. ഈ സമയത്താണ് ഹാഷിറിന് മനസ്സിലാവുന്നത് ഷൈന തന്നെ തിരിച്ചും പ്രണയിച്ചിരുന്നു എന്ന്. ഈ സമയത്ത് മുജീബ് സാർ അലൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നു, നിന്റെ അനിയത്തി ഇപ്പോൾ ക്ലാസ്സിൽ ഉണ്ടോ എന്ന്. അലൻ തറപ്പിച്ച് പറയുന്നു ഉണ്ട് എന്ന്. അപ്പോൾ മുജീബ് സാർ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയവരുടെ കൂട്ടത്തിൽ അലൻ്റെ അനിയത്തി ആഷിനയും ഉണ്ട് എന്ന്. ഇങ്ങനെ പിടിക്കപ്പെട്ട എല്ലാ പിള്ളേരെയും പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ എത്തിക്കുകയാണ്. ഇവരുടെ എല്ലാം മാതാപിതാക്കളെയും പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പാൾ വളരെ കടുത്ത രീതിയിൽ തന്നെയാണ് ഇതിനെയെല്ലാം വിമർശിക്കുന്നത്. അപ്പോൾ ആഷിനയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി ഇത് ആവർത്തിക്കില്ല, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മുജീബ് സാർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? നിങ്ങളുടെ മകൾ ഇവിടെ കാണിക്കുന്നത് എന്തെന്നറിയാമോ? നിങ്ങളുടെ മകൾ എവിടെ പോയതെന്നറിയാമോ? ആരുടെ കൂടെയാണ് പോയതെന്നറിയാമോ?
അവിടെ ഉണ്ടായിരുന്ന ലേഖ എന്ന് പറയുന്ന ടീച്ചറും പറയുന്നത് ഇങ്ങനെയാണ്, എവളൊക്കെ കെട്ടി ഒരുങ്ങി വരുന്നത് ദാ യവനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. മുജീബ് സാർ വീണ്ടും അവിടെ നിൽക്കുന്ന കുട്ടികളെ വഴക്ക് പറയുന്നത് കേട്ട് മനോജ് സാർ എന്ന സാറ് മുജീബ് സാറിനെ നിർത്താൻ പറയുന്നുണ്ട്. എന്നാൽ മുജീബ് സാർ പറയുന്നത്, എന്ത് നിർത്താനാണ് സാറേ, ഇന്ന് എവളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയി, നാളെ വല്ല ലോഡ്ജിലുമായിരിക്കും. ഇത് പറഞ്ഞു തീരുമ്പോൾ തന്നെ ഹാഷിറും അലനും കൂടി ഈ മുജീബ് സാറിനെ എടുത്തിട്ട് അടിക്കുകയാണ്. മനോജ് സാറും മറ്റ് സാറന്മാരും കൂടി ചേർന്ന് അവരെ പിടിച്ചു മാറ്റുകയാണ്. പ്രശ്നം രൂക്ഷമാവുന്നു. ഇതൊക്കെ കാണുന്ന ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് തന്നെ ഇവർക്ക് TC കൊടുത്ത് പറഞ്ഞയക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നു. എന്നാൽ മനോജ് സാർ അതിനെ എതിർക്കുന്നു. മുജീബ് സാർ ചെയ്തതും ശരിയല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നാലും അടിച്ചു പോകുമെന്ന് പറയുന്നു. എന്നാൽ മനോജ് സാറിൻ്റെ കൂടെ നിൽക്കാൻ പ്രിൻസിപ്പാൾ തയ്യാറായില്ല. ഹാഷിറിനും അലനുമെല്ലാം TC കൊടുക്കും എന്ന് പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്ന് പുറത്തു പോകാൻ പ്രിൻസിപ്പാൾ ഉത്തരവിടുന്നു. ഇങ്ങനെ പുറത്തേക്ക് പോയ ഹാഷിറും അലനും നേരെ പോകുന്നത് സ്കൂളിന് പുറത്ത് ഫ്രൂട്ട്സ് കടയൊക്കെ നടത്തുന്ന കുട്ടേട്ടൻ്റെ കടയ്ക്ക് ഉള്ളിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് കുട്ടേട്ടൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നു, വലിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അയാൾ പറയുന്നു, വലിക്കാനില്ല, വേറൊരു സാധനം ഉണ്ടെന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ ആ കടയിലേക്ക് അജിനും വിനായകനും കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ കടയിലേക്ക് കയറി വരുന്നുണ്ട്. ഈ ഇരിക്കുന്ന 4 പേർക്കും ആ കട നടത്തുന്ന കുട്ടേട്ടൻ ഒരു വെള്ളപ്പൊടി ഒരു കുപ്പിയിലിട്ട് കലക്കി 4 പേർക്കും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ സമയം സ്കൂളിൽ പ്രിൻസിപ്പാൾ അലൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ അലൻ്റെ സഹോദരി ഇനി ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ അവൾ ഇനി ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ 2 പേരുടെയും ഉത്തരവാദിത്തമായിരിക്കുമെന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അലൻ്റെ ബാപ്പ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം അലൻ്റെ സഹോദരിയുമായി ബാപ്പ പുറത്തേക്ക് വരികയാണ്. പുറത്തു വരുമ്പോഴോ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളൊക്കെ അലൻ്റെ സഹോദരിയെ കൂകി വിളിക്കുകയും നമ്മളുടെ കൂടെ സിനിമ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന അലൻ്റെ സഹോദരി കരഞ്ഞുകൊണ്ട് ആ 2ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടാനുള്ള ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അലൻ്റെ ബാപ്പ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അലൻ്റെ സഹോദരിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന കാര്യം ഒരു പയ്യൻ കുട്ടേട്ടൻ്റെ കടയിലിരിക്കുന്ന ഹാഷിറിനെയും അലനെയും അജിനെയും വിനായകനെയും ചെന്ന് അറിയിക്കുന്നുണ്ട്. ആ കടയിലെ കുട്ടേട്ടൻ കൊടുത്ത ലഹരി വസ്തു കഴിച്ച് കലിയിളവി നിൽക്കുന്ന ഈ 4 പേരും അലൻ്റെ അനിയത്തിയെ കളിയാക്കിയവരെ നേരിടാൻ സ്കൂളിലേക്ക് എത്തുന്നു. അവിടെ വൻ അടി നടക്കുന്നു. ഈ കൂട്ട അടിയിൽ നിന്നും പിള്ളേരെ പിടിച്ചു മാറ്റാൻ വേണ്ടി മനോജ് സാർ പിള്ളേരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പക്ഷേ ഹാഷിറിൻ്റെ കയ്യിലെ ബാറ്റ് കൊണ്ട് അബദ്ധത്തിൽ മനോജ് സാറിൻ്റെ തലയ്ക്ക് അടി കിട്ടുകയും മനോജ് സാറ് അവിടെ ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്നു. കേസ് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. DYSP അലക്സാണ്ടർ ഹാഷിറിനും അലനുമൊക്കെ ലഹരി മരുന്ന് കൊടുത്ത കുട്ടേട്ടനെ പൊക്കുകയും ചെയ്യുന്നു. സ്റ്റേഷനിൽ വെച്ച് ഹാഷിറിനും അലനും അജിനും വിനായകനും ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ദോഷവശങ്ങൾ ഉണ്ടാകുമെന്ന് DYSP അലക്സാണ്ടർ ശകാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശത്തിനിടയിൽ ഇവർക്ക് ലഹരി മരുന്ന് കൊടുത്ത കുട്ടേട്ടന് ഇടയ്ക്കിടയ്ക്ക് നല്ല അടിയും DYSP കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ നിന്നും ഇവർക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. ആയതിനാൽ സ്കൂളിൽ വെച്ചും ഒരു ചർച്ച നടക്കുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകരായിട്ടും ഇവരുടെ രക്ഷിതാക്കളായിട്ടും പ്രിൻസിപ്പളായിട്ടും പോലീസ് ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ പ്രിൻസിപ്പാൾ പറയുന്നു, ഈ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഒരു സാറിൻ്റെ തലയടിച്ച് പൊട്ടിച്ച ഇവന്മാരെ ഇനി സ്കൂളിൽ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ DYSP പറയുന്നത് ഇങ്ങനെയാണ്, മനോജ് സാർ ഇവർക്കെതിരെ കേസ് എടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സ്കൂളിൽ ഇവരല്ല ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നത്. കുട്ടേട്ടൻ എന്ന് പറയുന്ന ഇവൻ ഇതിനു മുമ്പും പല കുട്ടികൾക്കും ഇവിടെ ലഹരി സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം DYSP വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിക്ക് പിന്നാലെ പോകുന്നത് എന്നുള്ള കാര്യവും DYSP അലക്സാണ്ടർ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരവസരവും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കളിക്കാനുള്ള ഫുട്ബോൾ വീട്ടുകാർ വേണമെങ്കിൽ കുത്തിക്കീറിക്കളയും. ഇനി നാട്ടിലുള്ള പ്ലേ ഗ്രൗണ്ടിൽ പോയി അവർ കളിക്കാം എന്ന് വിചാരിച്ചാലോ അവിടെ രാഷ്ട്രീയ മത സംഘടനകൾ എന്നും വല്ല എന്തെങ്കിലും പരിപാടികൾ വെച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയുമില്ല. ഇനി സ്കൂൾ ഗ്രൗണ്ടിൽ പോയി കളിക്കാമെന്ന് വെച്ചാലോ സ്കൂൾ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതോ സ്കൂൾ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കേൾക്കുന്ന മുജീബ് സാർ ചോദിക്കുന്നു, സ്കൂൾ ബസ് സ്കൂൾ ഗ്രൗണ്ടിൽ അല്ലാതെ പിന്നെ എവിടെയാണ് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത്?
ഇത് കേൾക്കുന്ന DYSP അലക്സാണ്ടർ ഇങ്ങനെയാണ് പറയുന്നത്. സ്കൂൾ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്, അല്ലാതെ സ്കൂൾ ബസ് പാർക്ക് ചെയ്യാനുള്ളതല്ല. പിള്ളേരെ ഏത് നിമിഷവും എവിടെയെങ്കിലും അടങ്ങിയിരി എന്ന് പറഞ്ഞ് ഒരിടത്ത് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഒരു മൂലയിൽ ചെന്ന് ഒതുങ്ങിയിരുന്ന് വല്ലതും വലിച്ചു കയറ്റും. അതവസാനം വലിയിൽ അവസാനിക്കില്ല, അതിലും വലിയ പ്രശ്നങ്ങളിലായിരിക്കും പിന്നെ ചെന്ന് അവസാനിക്കുന്നത്. ഈ ചർച്ചയിൽ ഒരു കാര്യവും കൂടി വ്യക്തമാകുന്നു. പിള്ളേരെ ഏത് സമയവും കമ്പെടുത്ത് അടിച്ച് ഒതുക്കാൻ നടക്കുന്ന മുജീബ് സാറും അവിടെയുള്ള പല സാറുമാർക്കും പല തെറ്റുകളും ഉണ്ട് എന്ന്, കുട്ടികൾക്ക് മാത്രമല്ല തെറ്റുള്ളതെന്ന്. അവസാനം മുജീബ് സാറിൻ്റെ അടുത്തും പ്രിൻസിപ്പാളിൻ്റെ അടുത്തും DYSP അലക്സാണ്ടർ ഇങ്ങനെ പറയുന്നു: ഈ സ്കൂളിൽ നിങ്ങൾ പുറത്താക്കുമെന്ന് പറയുന്ന ആ 4 കുട്ടികൾ ഇവിടെ തന്നെ പരീക്ഷ എഴുതും. പിന്നെ മേലാൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂൾ ബസ് പാർക്ക് ചെയ്യാൻ പാടില്ല. സ്കൂൾ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാൻ നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് അങ്ങനെയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി 2 കോൺസ്റ്റബിൾമാരെ സ്ഥിരം സ്കൂളിൽ നിയമിക്കുമെന്നും DYSP പറയുന്നു. ഇത് മാത്രമല്ല, ഇതുപോലൊരു പ്രശ്നവുമായി ഇനി ഒരു കുട്ടി സ്റ്റേഷനിൽ വരേണ്ട അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പാളും സാറും പിന്നെ കുട്ടികളുടെ രക്ഷിതാക്കളും മണിയടിക്കുന്ന പിയൂണ് വരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ക്യൂ നിൽക്കുമെന്ന് DYSP അലക്സാണ്ടർ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഹാഷിറും അലനും അജിനും വിനായകനും സ്കൂളിലെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ നാട്ടുകാരുടെ വായിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നേയില്ല. എങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും നാട്ടുകാർ ഇവരെ ലഹരി ഉപയോഗിക്കുന്ന പയ്യന്മാരായിട്ട് മാത്രമാണ് കാണുന്നത്. നാട്ടുകാരുടെ സ്ഥിരം കുത്തുവാക്കുകൾ കേട്ട് ഇവർക്ക് മടുക്കുകയാണ്. അവസാനം വിനായകൻ്റെ അച്ഛൻ ഇവരെടുത്ത് ഒരു ഉപായം പറയുന്നു. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങുമ്പോൾ ഈ പേരുദോഷം എല്ലാം മാറും. അവർ ഒരു തീരുമാനമെടുക്കുന്നു. +2-ന് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചിട്ട് UK പോയി പഠിച്ച് ജോലിയൊക്കെ നോക്കണമെന്ന്. അങ്ങനെ അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്നു. റിസൾട്ടിൻ്റെ ദിവസമെത്തുകയാണ്. വിനായകൻ്റെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. വിനായകൻ്റെ അച്ഛനാണെങ്കിലോ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ 4 പേരുടെയും ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കാൻ പോവുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവർ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോഴോ ഹാഷിർ ഒഴിച്ച് ബാക്കി 3 പേരും വിജയിക്കുന്നു. ഹാഷിറിന് 6 വിഷയത്തിൽ 3 വിഷയം പോയി. വിനായകൻ്റെ അച്ഛൻ അടിച്ച ഫ്ലക്സിൽ ഹാഷിറിൻ്റെ ഫോട്ടോ വെട്ടി മാറ്റിയിട്ടാണ് ഫ്ലെക്സ് അവർ വയ്ക്കുന്നത്. ഹാഷിർ ബാക്കി 3 പേരെടുത്തും ചോദിക്കുന്നുണ്ട്: ഞാനില്ലാതെ നിങ്ങൾ UK പോവില്ല അല്ലേ? അവർ 3 പേരും ഒരേ സ്വരത്തിൽ പറയുന്നു: ഇല്ല, നമ്മൾ 3 പേരും തീർച്ചയായും UK പോകും. നീ അടുത്ത പ്രാവശ്യം എഴുതിയിട്ട് UK വന്നാൽ മതി എന്ന്. അങ്ങനെ കൂട്ടത്തിൽ അലൻ വീട്ടിൽ പറയുകയാണ് ബാപ്പയുടെ അടുത്ത് തനിക്ക് UK പോയി പഠിക്കണമെന്ന്. ഇത് കേൾക്കുന്ന ബാപ്പ പറയുന്നു: നിന്നെ വീട് വിറ്റെങ്കിലും എനിക്ക് പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ, ഈ വീട് വാടക വീടായി പോയില്ലേ. ബാപ്പ തനിക്ക് പൈസ ഒന്നും ഒപ്പിച്ച് തരില്ല എന്ന് മനസ്സിലാക്കിയ അലൻ അവൻ്റെ ഉമ്മയുടെ അടുത്ത് ശാഠ്യം പിടിക്കുന്നു. എങ്ങനെയെങ്കിലും കടം മറിച്ചെങ്കിലും തനിക്ക് UK പോകണമെന്ന് പറയുന്നു. അവിടെ ചെന്ന് ജോലി ചെയ്ത് പലിശ അടക്കം താൻ വീട്ടാമെന്ന് ഉമ്മയുടെ അടുത്ത് അവൻ പറയുന്നു. അത്രയും കാശ് ആര് നമുക്ക് കടം തരുമെന്ന് ഉമ്മ അലൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അലന് ഒരു ഐഡിയ വരുന്നത്. ഇത്രയും പണം തരാൻ കഴിവുള്ള ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, അലൻ്റെ ഉമ്മുമ്മയുടെ ദേഹത്ത് ഒരുപാട് സ്വർണങ്ങളുണ്ട്. അങ്ങനെ ഉമ്മുമ്മയെ അലൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒരുപാട് സ്നേഹം കൊടുത്ത് അലൻ ആ സ്വർണമൊക്കെ സ്വന്തമാക്കി UK പോകാനുള്ള പണം കറക്റ്റാക്കുകയാണ്. വിനായകന് UK പോകാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി വിനായകനെയും കൂട്ടി വിനായകൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വിനായകൻ്റെ അച്ഛന് കിട്ടാനുള്ള ഷെയർ ചോദിക്കാൻ വേണ്ടിയാണ് എത്തുന്നത്. പക്ഷേ വിനായകൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനു മുമ്പും വിനായകൻ്റെ അച്ഛൻ ഷെയറും ചോദിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നത് വേറൊന്നിനുമായിരുന്നില്ല, വിനായകൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത് ചികിത്സിക്കാൻ പണം വേണമായിരുന്നു. ആ പണം എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ആ ഷെയർ ചോദിച്ചത്. എന്നാൽ വിനായകൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ആ സമയത്തും ഷെയർ കൊടുത്തില്ല. അന്ന് ഷെയർ കിട്ടിയിരുന്നെങ്കിൽ വിനായകൻ്റെ അമ്മ രക്ഷപ്പെട്ടേനെ എന്ന് വിനായകൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ആ ഷെയർ ചോദിച്ച് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിനായകൻ്റെ അച്ഛൻ്റെ ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കള്ളും കഞ്ചാവും അടിച്ചു കിടക്കുന്നവന് പണം കൊടുത്തിട്ട് എന്ത് നേടാൻ, ഇവൻ എവിടെ പോയാലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിനായകൻ്റെ അച്ഛന് ദേഷ്യം വരുന്നു. നിങ്ങളുടെ ഷെയറൊന്നും എനിക്ക് വേണ്ട, എൻ്റെ സ്വത്തെല്ലാം വിറ്റിട്ടായിരുന്നാലും ഞാനവനെ പുറത്ത് പറഞ്ഞയക്കുമെന്ന് വിനായകൻ്റെ അച്ഛൻ തീരുമാനവും എടുക്കുന്നു. അങ്ങനെ വിനായകനും UK പോകുന്ന കാര്യത്തിൽ തീരുമാനം ആവുകയാണ്. അടുത്ത് അജിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. അജിൻ സ്വന്തം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും UK പോകുന്ന കാര്യം പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: പുറത്ത് പോകുന്നതൊക്കെ നല്ലതാണ്. എന്നിട്ട് ഗൾഫിലിരിക്കുന്ന അജിൻ്റെ ചേട്ടനായ സജിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു: നീ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വിസ
ഇങ്ങോട്ട് അയച്ചതാ. ഇവിടെ ഒരുത്തന് പുറത്തു പോകണം എന്ന് വല്ലാത്ത വാശി. ഇത് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് അജിൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ പറയുന്നു, വിസ വന്നാൽ ഉടനെ കയറിപ്പെക്കോണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബത്തിനെ ഈ വഴിക്ക് ആക്കുന്നത്. അജിനാണെങ്കിലോ തിരിച്ച് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥ ആയിപ്പോയി. കുറച്ച് സമയത്തിനകം തന്നെ സജിൻ്റെ മെസ്സേജ് അജിൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: നീ ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്ന് പഠിച്ചാൽ മതി, ഇവിടെ വന്നിട്ട് എന്തെടുക്കാനാ. ഈ ഒരു മെസ്സേജ് കൂടി വായിച്ചു കഴിയുമ്പോഴോ അജിന് വല്ലാത്ത ദേഷ്യം സജിൻ്റെ അടുത്ത് തോന്നുകയാണ്. സജിൻ നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ ഗൾഫിൽ ജോലിക്ക് പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ അജിൻ സജിൻ്റെ അടുത്തേക്ക് ഗൾഫിൽ ജോലിക്ക് പോവുകയാണ്. ഇതിനുശേഷം വിനായകനും അലനും UK പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. UK ചെന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം ഹാഷിറിനെ കൂടെ കൊണ്ടുപോകാമെന്ന് അവർ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിനായകനും അലനും UK പോവുകയാണ്. പോകുന്നതിന് മുമ്പ് വൈകാരികമായ പല രംഗങ്ങളും നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അലനും വിനായകനും UK എത്തുകയാണ്. UK എത്തുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. രണ്ടുപേരും പഠിക്കുന്നത് രണ്ട് സ്ഥലത്താണ്. അലൻ്റെയും വിനായകൻ്റെയും പഠിക്കുന്ന സ്ഥലങ്ങൾ തമ്മിൽ 12 മൈൽ ദൂരം വ്യത്യാസമുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത് തങ്ങളുടെ കൂടെ പഠിക്കാൻ സായിപ്പുമാരും മദാമ്മമാരും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ്. എന്നാൽ ഇവരുടെ കൂടെ പഠിക്കുന്നതോ ഇവരെ പോലെ തന്നെ UK മലയാളികൾ മാത്രമാണ്. പഠിത്തത്തിൻ്റെ കൂടി പാർട്ട് ടൈം ജോലി ചെയ്ത് ഇവരുടെ കടമെല്ലാം വീട്ടണമെന്നും പണം സമ്പാദിക്കണമെന്നും ഒക്കെ ആഗ്രഹത്തോടെയാണല്ലോ ഇവർ UK എത്തിയത്. പക്ഷേ വളരെ ശ്രമിച്ചതിന് ശേഷമാണ് ഇവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടുന്നത്. ജോലിയാണെങ്കിലോ വളരെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജോലിയാണ് കിട്ടുന്നതും. ഇതേ കഷ്ടപ്പാട് തന്നെയാണ് ഗൾഫിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ജോലിക്ക് പോയ അജിൻ്റെ അവസ്ഥയും. അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു അജിന് ജോലി ഉണ്ടായിരുന്നതും. ഈ സമയം ഹാഷിർ പോയ വിഷയം എഴുതിയെടുക്കാൻ വേണ്ടി ഒരു പാരൽ കോളേജിൽ ചേരുന്നുണ്ട്. അവിടെ ഒരു അതിശയം നടക്കുന്നുണ്ട്. ഹാഷിർ സ്നേഹിച്ചിരുന്ന ഷൈന ആ പാരൽ കോളേജിലെ 5 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചറായി വരുന്നുണ്ട്. അവിടെ വെച്ച് ഷൈനയുമായി ഹാഷിർ വീണ്ടും പരിചയപ്പെടുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലുമാകുന്നു. ഹാഷിർ പാരൽ കോളേജിൽ പഠിക്കാൻ പോകുന്നതിനൊപ്പം തന്നെ കാറ്ററിങ്ങിൻ്റെ വർക്കിനും പോകുമായിരുന്നു. അങ്ങനെ ഒരു കല്യാണത്തിന് ഹാഷിർ വിളമ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കല്യാണത്തിന് ഷൈനയും ഉണ്ടായിരുന്നു. ഷൈനയെ കണ്ടിട്ട് പരിചയം പുതുക്കുന്ന സമയത്ത് ഷൈനയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഷൈനയുടെ ഇക്കയും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല. ഒരിക്കൽ തിയേറ്ററിൽ വെച്ച് 4 പയ്യന്മാരെ ഹാഷിറും പിന്നെ അലനുമൊക്കെ ചേർന്ന് അടിക്കുന്നുണ്ടല്ലോ, അതിൽ ഒരാളായിരുന്നു ഷൈനയുടെ ഇക്കയും. അങ്ങനെ ഷൈനയുടെ ഇക്കയും കൂടെ ഉണ്ടായിരുന്ന ബാക്കി 3 പേരും കൂടെ ചേർന്ന് ഹാഷിറിനെ അടിക്കുന്നു. ഹാഷിർ തിരിച്ചടിക്കുന്നതായി കാണിക്കുന്നില്ല, പക്ഷേ അവർ തിരിച്ച് തല്ലിയതായി സിനിമയിൽ പറയുന്നുണ്ട്. ഷൈന ഹാഷിറിൻ്റെ അടുത്ത് പറയുന്നു, ആകെ മൊത്തം ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഇക്കയാണ്, ഇക്കയെ നീ അടിച്ചില്ലേ, ഇനി നമ്മുടെ കാര്യം ആരെടുത്ത് പോയി പറയും എന്നുള്ളത്. ഈ സമയത്ത് തന്നെ ഹാഷിറിന് ഒരു ഫോൺ വരുന്നു. അത് വിനായകൻ്റെ ഫോണായിരുന്നു. കാരണം വിനായകൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ അവിടെ പോയി എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചു പറയാൻ വിനായകൻ ഹാഷിറിൻ്റെ അടുത്ത് പറയുന്നു. ഹാഷിർ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഷൈനയുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. വിനായകൻ്റെ അച്ഛന് ശകലം സീരിയസ് ആണ്. ഹോസ്പിറ്റലിലെത്തുന്ന ഹാഷിറിന് ഒരു കാര്യം മനസ്സിലാവുന്നു. വിനായകൻ്റെ അച്ഛന് ലിവർ സിറോസിസ് ആണ്, ഇനി രക്ഷപ്പെടില്ല എന്നാണ് ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. ഈ സമയം തന്നെ വിനായകൻ ഹാഷിറിനെ UK നിന്ന് വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി. എന്നാൽ ഹാഷിർ വിനായകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നു, അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കയറി കണ്ടതേ ഉള്ളൂ, ഡോക്ടർ അകത്ത് നിൽക്കുന്നത് കൊണ്ട് നീയുമായി ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ ഹാഷിറിൻ്റെ ഫോണിലേക്ക് അലൻ്റെ സഹോദരിയുടെ കോളും വരികയാണ്. പെട്ടെന്ന് തന്നെ ഹാഷിർ വീട്ടിലോട്ട് വരണമെന്നും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറയുന്നു. ഹാഷിർ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ബൈക്കും എടുത്ത് യാത്ര തിരിക്കുകയാണ്. ഇങ്ങനെ അലൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാഷിറിൻ്റെ ഫോണിലേക്ക് ഹാഷിറിൻ്റെ അനിയൻ നാഷിയുടെ ഫോണ് വരുന്നുണ്ട്. അവൻ പറയുന്നത് ഇതാണ്, ഹാഷിറിൻ്റെ ബൈക്ക് ഇപ്പോൾ അവന് വേണം, അവൻ്റെ എന്തോ ഒരു സാധനം ആ ബൈക്കിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഹാഷിർ അവനെ വഴക്ക് പറഞ്ഞിട്ട് നേരെ അലൻ്റെ വീട്ടിൽ തന്നെ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയോ അലൻ്റെ അച്ഛന് ശരീരത്തിൽ സാരമായ പരിക്ക് പറ്റി ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നാണ് അയാൾ പറയുന്നത്. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ വാഴത്തോട്ടത്തിൽ ഒന്ന് വീണതെന്നാണ് ഹാഷിറിൻ്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അലൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധു ഹാഷിറിനെ വീടിന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യം പറയുന്നു. അലൻ്റെ അച്ഛൻ വാഴത്തോട്ടത്തിൽ വീണ് പരിക്ക് പറ്റിയതല്ല, വാഴത്തോട്ടത്തിൽ വെച്ച് ഹാഷിറിൻ്റെ അനിയൻ നാഷിനെയും മറ്റൊരു പയ്യനെയും കാണാനിടയായി അലൻ്റെ അച്ഛൻ.
നാഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന പയ്യനാണ്. അവൻ്റെ കൂടെ എന്തിനാണ് നീ നടക്കുന്നത് എന്ന് ചോദ്യം ചെയ്തതിനാണ് നാഷി അലൻ്റെ അച്ഛനെ വാഴത്തോട്ടത്തിൽ തള്ളിയിടുന്നത്. ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഹാഷിർ തൻ്റെ അനിയനെ കാണുന്നതിനായി ബൈക്കുമായി നേരെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോഴാണ് ഹാഷിറിനും ഒരു കാര്യം ഓർമ്മ വരുന്നത്. തൻ്റെ അനിയൻ തന്നെ വിളിച്ചിട്ട് തൻ്റെ ബൈക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ എന്തോ സാധനം ആ ബൈക്കിൽ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ബൈക്ക് ചെക്ക് ചെയ്ത് നോക്കിയ ഹാഷിറിന് ബൈക്കിൻ്റെ അകത്തു നിന്നും 2 ചെറിയ പൊതികൾ കിട്ടുന്നു. ഹാഷിറിൻ്റെ അനിയൻ നാഷി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഹാഷിറിന് മനസ്സിലാകുന്നു. ഹാഷിർ നാഷിയോട് ചോദിക്കുന്നു, നീ ഇന്ന് തല്ലിയത് ആരെയാണെന്നറിയാമോ? ഈ കവറുകൾ നിൻ്റേതാണോ എന്ന്. നിന്റെ കൂട്ടുകെട്ടുകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നാഷി തിരിച്ച് ഹാഷിറിനെ ചോദ്യം ചെയ്യുകയാണ്. ഉപദേശിക്കാൻ പറ്റിയ ഒരാൾ ആദ്യം നീ നന്നാവ്, എന്നിട്ട് നീ ഉപദേശിക്കാൻ വാ. ഈ സമയം ഹാഷിറിൻ്റെ കണ്ണിൽ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ കാണുകയാണ്. ഇത് കാണുന്ന ഹാഷിർ നാഷിയുടെ അടുത്ത് പറയുന്നു, ഈ സാമാനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ഉണ്ടല്ലോ, അതിൻ്റെ കെട്ടിറങ്ങുമ്പോൾ ലോ ആകും. നിന്റെ തലയ്ക്ക് ഭ്രാന്താകും. പിന്നെയും ഉപയോഗിക്കണമെന്ന് തോന്നും. അത് അഡീഷനാകും. നിന്റെ മനസ്സും ശരീരവും മാത്രമല്ല, നിന്റെ സാമാനം വരെ അടിച്ചു പോകും. പിന്നെ അത് നീ തൂക്കിയിട്ടുകൊണ്ട് നടക്കും. അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാതെ പിച്ചും പെയ്യും പറഞ്ഞ് നടക്കും. സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നതാണ്. കൂടെയുള്ളവന്മാരൊക്കെ അവസാനം അങ്ങ് പോകും. അവസാനം നീ ഒറ്റയ്ക്കായി പോകും. ഈ സമയം തന്നെ വീടിൻ്റെ വാതിലിന് പുറത്ത് ആരോ തട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ വാതിലിന് പുറത്ത് പോലീസ് വന്ന് നിൽക്കുകയാണ്. ഹാഷിറിനെയും ഉമ്മയെയും നാഷിയെയും വീടിൻ്റെ വാതിലിന് പുറത്തേക്ക് ഇറക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ കൂട്ടുകാരനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അതിനുശേഷം അവർ ഹാഷിറിന്റെ വീട് സെർച്ച് ചെയ്യുകയാണ്. വീടിനകത്ത് നിന്ന് പോലീസിന് 2 ചെറിയ കവറിലാക്കിയ രീതിയിൽ ലഹരി വസ്തുക്കൾ കിട്ടുകയാണ്. ഇത് ആരുടേതാണ് എന്ന് ഹാഷിറിന്റെ അടുത്ത് പോലീസ് ചോദിക്കുന്നു. ഈ സമയം നാഷി ഹാഷിറിന്റെ പുറകിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു. ഹാഷിർ പറയുന്നു, അത് എന്റേതാണ്. അനിയന് വേണ്ടി ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് ഹാഷിർ പോലീസിന്റെ കൂടെ പോവുകയാണ്. പിറ്റേ ദിവസം തന്നെ ഹാഷിറിനെ അലന്റെ അച്ഛനും മെമ്പറും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ പുറത്തെടുക്കുന്നുണ്ട്. അവിടുന്ന് നേരെ പോകുന്നത് വിനായകന്റെ അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോഴേക്കും വിനായകന്റെ അച്ഛൻ മരിച്ചിരുന്നു. ഹാഷിർ വിനായകനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇതറിയുന്ന വിനായകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നീയല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛനൊരു കുഴപ്പവുമില്ലെന്ന്? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെൻ്റെ അച്ഛന് വേണം. ഇത് കേൾക്കുന്ന ഹാഷിറും കരയുന്നു. രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. ഈ സമയം അലന്റെ ബാപ്പ ഹാഷിറിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് വിനായകന്റെ അടുത്ത് ചോദിക്കുന്നു, മോനെ വിനായക, ഞാൻ അലന്റെ ബാപ്പയാണ്, നീ എപ്പോഴാണ് വരുന്നത്? ബാപ്പ, ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ ചിരിച്ച മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറൊന്നും കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ വരുന്നില്ല. വിനായകൻ വരില്ല എന്നുള്ള കാര്യം അലന്റെ ബാപ്പ മെമ്പറിനെ അറിയിക്കുന്നുണ്ട്. അടുത്ത് തന്നെ വിനായകന്റെ അച്ഛൻ്റെ ചേട്ടനുമുണ്ടായിരുന്നു. അയാളടുത്ത് ചോദിക്കുന്നു, ചടങ്ങുകളൊക്കെ എങ്ങനെ നടത്തുമെന്ന്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, വിനായകന്റെ മകൻ്റെ കൂട്ടുകാരനാണല്ലോ ഹാഷിർ, അവനും അയാൾക്ക് മകനെ പോലെയായിരുന്നു, അവൻ നടത്തട്ടെ എന്ന്. എന്നിട്ട് വിനായകന്റെ അച്ഛൻ്റെ ചേട്ടൻ ഹാഷിറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ പറയുന്നു, അനിയനും ഉമ്മയും. അയാൾ ഹാഷിറിൻ്റെ അടുത്ത് പറയുന്നു, അനിയനുമായി വഴക്കൊന്നും ഇട്ടേക്കരുത്. ഞാനും അനിയനുമായി ഭയങ്കര വഴക്കായിരുന്നു. ഓരോ പ്രായത്തിൽ ഓരോ സാധനത്തിൻ്റെ പേരിൽ വഴക്ക്. ചെറുതിലെ കൊച്ചു കൊച്ചു സാധനങ്ങൾക്കായിരുന്നു. വലുതായപ്പോൾ പണത്തിൻ്റെയും വസ്തുവിൻ്റെയും പേരിലായിരുന്നു വഴക്ക്. സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾക്കിടയിൽ. പക്ഷേ വാശി എനിക്കായിരുന്നു. അവൻ ഇങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോകുമെന്ന് വിചാരിച്ചില്ല. ഇതിനുശേഷം അയാൾ വിങ്ങിക്കരയുന്നുണ്ട്. പിന്നീട് വിനായകന്റെ അച്ഛൻ്റെ മരണച്ചടങ്ങുകൾ ഒക്കെ ചെയ്യുന്നത് ഹാഷിറാണ്. ഈ സമയം UK-യിൽ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം വിനായകന് പനി പിടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ രാത്രിയൊക്കെ ആശുപത്രി ഉള്ള സ്ഥലമല്ല വിനായകൻ ഇപ്പോൾ താമസിക്കുന്ന ആ UK-യിലെ ഏരിയ. അവൻ അലനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. ഇതിനുശേഷം വെളിയിലെ ഒരു ബെഞ്ചിൽ കിടക്കുന്ന അവന് മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അലനാണെങ്കിൽ തന്നാൽ പറ്റുന്ന രീതിയിൽ ഗുളിക സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലൻ ഇരിക്കുന്നത് വിനായകൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 12 മൈൽ ദൂരെ അകലെ. ഇതിനിടയിൽ അലന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അലൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയാണ്. ഉമ്മ പറയുന്നു, അലൻ്റെ അനിയത്തി അശ്വിനിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുറത്തു പോയി പഠിക്കാൻ ഒരുപാട് കാശാവില്ലേ? അലൻ്റെ ബാപ്പയുടെ കയ്യിലാണെങ്കിൽ അത്രയ്ക്ക് കാശുമില്ല. പിന്നെ സ്കൂളിലുണ്ടായ പ്രശ്നത്തിന് ശേഷം അലൻ്റെ അനിയത്തിയെ പുറത്തുവിടാൻ ബാപ്പയ്ക്ക് പേടിയുമുണ്ട്. ഇത് കേൾക്കുന്ന അലന് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അലൻ്റെ ഉമ്മയും അലൻ്റെ അനിയത്തി അശ്വിനി
ഹാഷിനെയും വിചാരിക്കുന്നത് ചേട്ടന് തന്നോട് ഇപ്പോഴും പിണക്കമാണ് എന്നാണ്. ഉമ്മയുടെ ഫോൺ കോൾ കട്ട് ചെയ്തതിന് ശേഷം അലൻ പോകുന്നത് വിനായകന് വേണ്ടിയുള്ള പനിക്കുള്ള ഗുളിക സംഘടിപ്പിക്കാൻ പുറത്തേക്കാണ്. എത്ര ശ്രമിച്ചിട്ടും അലന് ഗുളിക കിട്ടുന്നില്ല. അവസാനം UK-യിൽ ജോലി സ്ഥലത്ത് യാദൃച്ഛികമായി കണ്ട് പരിചയപ്പെട്ട ഒരാളാണ് അലന് വേണ്ടി ഗുളിക സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. ഗുളിക സംഘടിപ്പിച്ചതിന് ശേഷം അലൻ തൻ്റെ അനിയത്തിയായ ആഷിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. നിനക്ക് പുറത്തുപോയി പഠിക്കാനുള്ള കാശ് ഞാൻ അയച്ചു തരാമെന്ന്. ആഷിനിക്കും തൻ്റെ ജ്യേഷ്ഠനോട് വിശ്വാസമുണ്ടാകുന്നു, അവൻ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇതിനുശേഷം സിനിമയിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന അജിനെയും സജിനെയും കാണിക്കുന്നു. അജിൻ സജിൻ്റെ അടുത്ത് പറയുന്നു, നീ അയച്ചില്ലേ ആ മെസ്സേജ്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാൽ മതി, ഇവിടെ വന്നിട്ട് നീ എന്തെടുക്കാനാണ്? ഈ മെസ്സേജ് കണ്ട് വാശി പുറത്താണ് ഞാനും ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഈ കഷ്ടപ്പാടെല്ലാം പെടുന്നത്. ഇത് കേട്ട അജിൻ്റെ ചേട്ടനായ സജിൻ പറയുന്നു, നീ ആ മെസ്സേജ് ദേഷ്യത്തിൽ വായിച്ചത് കൊണ്ടാണ് നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയത്. പകരം നീ ആ മെസ്സേജ് ഇങ്ങനെ വായിച്ചു നോക്കാത്തത് എന്താണ്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാൽ മതി, ഇവിടെ വന്നിട്ട് എന്തെടുക്കാനാണ്? ഇത് കേൾക്കുന്ന അജിന് കാര്യം മനസ്സിലാവുന്നു. സജിൻ പറയുന്നു, എടാ, നമ്മുടെ അച്ഛൻ നമ്മളെ ഗൾഫിൽ കയറ്റി വിട്ടത് നമ്മളെ നന്നാക്കാനല്ല, അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടം തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. നീയാണെങ്കിൽ അച്ഛൻ്റെ വാക്കും കേട്ട് ഇങ്ങോട്ട് കയറി വന്നു. അയാൾക്കാണെങ്കിൽ മിച്ചറും തിന്ന് ചായയും കുടിച്ച് TV-യും കണ്ട് അവിടെ ഇരുന്നാൽ മതി, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. ഇത് കേൾക്കുന്ന അജിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. അജിൻ സജിൻ്റെ അടുത്ത് പറയുന്നു, നീ നാട്ടിൽ പോയി പഠിക്ക്, നിനക്കുള്ള കാശ് ഞാനിവിടെ ജോലി ചെയ്ത് അയച്ചു തരാം. എന്നാൽ സജിൻ പറയുന്നത് ഇങ്ങനെയാണ്, അത് വേണ്ട, മണലാരണ്യത്തിൽ ജോലി ചെയ്ത അനിയൻ്റെ കാശ് കൊണ്ട് ചേട്ടൻ പഠിച്ചെന്ന് വരുത്തി തീർക്കാനല്ലേ? അപ്പോൾ അജിൻ പറയുന്നു, അതല്ലടാ മണ്ട, നിനക്ക് ഏജ് ഓവറായി വരികയാണ്, നീ പഠിച്ചൊരു ജോലി വാങ്ങിക്ക്, അതിനുശേഷം ഞാനങ്ങ് വരാം, നീ എന്നെ പഠിപ്പിക്കുക അതിനുശേഷം. ഇത് കേൾക്കുന്ന ജ്യേഷ്ഠനും കാര്യങ്ങൾ മനസ്സിലാകുന്നു. അങ്ങനെ അനിയനും ജ്യേഷ്ഠനുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ മാറി അവരും ഒരുമിക്കുകയാണ്. അടുത്ത സിനിമയിൽ ഹാഷിറിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഹാഷിറിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ മാമ വന്നിരിക്കുകയാണ്. ഹാഷിറിനെ പിന്നെയും പോലീസ് പിടിച്ച വിവരം അറിഞ്ഞാണ് അയാൾ വന്നിരിക്കുന്നത്. നിന്നെ പഴയ പോലെ കേസിൽ തന്നെ പിന്നെയും പിടിച്ചല്ലേ എന്ന് പറഞ്ഞ് ഹാഷിറിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഹാഷിറിൻ്റെ അനിയൻ പറയുന്നു, ഞാനാണ് കുറ്റക്കാരൻ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ ചേട്ടൻ കുറ്റം ഏറ്റെടുത്തത്. ഇത് കേൾക്കുന്ന മാമ അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു, അപ്പോൾ നീ ഇവനെയും നശിപ്പിച്ചല്ലേ എന്ന്. എന്നാൽ ഹാഷിറിൻ്റെ അനിയന് സഹിക്കുന്നില്ല, മാമനെ ഒരുപാട് വഴക്ക് പറയുന്നു. മാമനും പിണങ്ങി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മാമൻ പോയതിനു ശേഷം ഹാഷിറിൻ്റെ അനിയൻ്റെ അടുത്ത് വീടിന് പുറത്തു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുന്നു, നീ ഒരിക്കലും അത് മാമൻ്റെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു, നീയാണ് കുറ്റക്കാരനെന്ന്. ഇത്തരത്തിലുള്ള കേസ് തലയിൽ വന്നാൽ വർഷങ്ങളെടുക്കും അതിൻ്റെ പേരുദോഷം മാറിക്കിട്ടാൻ. തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ചേട്ടനെ കണ്ട് ഹാഷിറിൻ്റെ അനിയന് ഹാഷിറിനോട് വല്ലാത്തൊരു സ്നേഹം കൂടുതൽ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തന്നെ ഹാഷിർ സ്നേഹിക്കുന്ന പെണ്ണും അവിടെ എത്തിയിരുന്നു. ഹാഷിറാണ് അവളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഹാഷിർ അവളടുത്ത് പറയുന്നു, തന്നെ ഉപേക്ഷിച്ചു പോവാൻ, തന്നെക്കാട്ടിലും നല്ലൊരു പയ്യനെ നിനക്ക് കിട്ടുമെന്ന് ഹാഷിർ അവളടുത്ത് ദുഃഖത്തോടു കൂടി പറയുന്നു. രണ്ടുപേരും ദുഃഖത്തോടു കൂടി പിരിയുകയാണ്. ഇത് കഴിഞ്ഞ് സിനിമയിൽ പരസ്പരം സ്നേഹിക്കുന്ന സഹോദരങ്ങൾ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം ഹാഷിറും അലനും സജിനും വിനായകനും വീഡിയോ കോളിൽ സംസാരിക്കുന്ന സമയത്ത് ഹാഷിറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു കല്യാണത്തിന് ഹാഷിർ കാറ്ററിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കാമുകിയുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാമുകിയുടെ ചേട്ടനും 3 കൂട്ടുകാരും കൂടി ഹാഷിറിനെ അടിക്കുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഹാഷിർ ആ 4 പേരെ നേരിട്ടത് എന്ന്. അപ്പോഴാണ് ആ രഹസ്യം ഹാഷിർ വെളിപ്പെടുത്തുന്നത്. ആ കല്യാണം കൂടാൻ വേറെയും 5 പേർ അവിടെ ഉണ്ടായിരുന്നു. ഹാഷിറിൻ്റെ സുഹൃത്തായ 5 പേർ. ആ 5 പേർ വേറെ ആരുമല്ല, വാഴ ഫസ്റ്റിലെ മെയിൻ ക്യാരക്ടറുകളായ 5 പേരായിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഹാഷിറിനെ അടിക്കാൻ വന്ന ആ 4 പേരെ നേരിടുന്നത്. ഈ രംഗം കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയിലെ പല ഭാഗങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.